ഹായ് ഗൈസ്. സോ നമ്മളിനി പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലോഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ബാറ്റിൽ ലോഗ് അറേയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, സോ അതാണ് നമ്മൾ ലോഗാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഞാനൊരു അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, ഹീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗ് എങ്ങനെ ലൈക്ക് ഈ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത ആക്ടിവിറ്റിയുടെ ലോഗ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. സോ അതാണ് നമ്മളിന്ന് ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പഴയതാണ്, ഞങ്ങളെയാം. ഓക്കെ, കൺസോൾ ലോഗ് ബാറ്റിൽ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ സേവ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷന് പോവുക, എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, കുറച്ച് ഹീൽ കൊടുത്തിട്ട് പിന്നെ സ്ട്രോങ് അറ്റാക്ക്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ, ഷോ ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിൽ നമുക്ക് ആദ്യം നമ്മുടെ ഫുൾ ലോഗ് കിട്ടി. ഒറ്റയടിക്ക് പിന്നെ 1 by 1 ആയിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഐയുടെ വാല്യൂ എപ്പോഴും ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേ ആക്സസ് ചെയ്യുള്ളൂ എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എഴുതിയിരുന്നത് 4 ആണ്. 4 ഇനീഷ്യലൈസ് ചെയ്തു, i = 0. പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുത്തു, പിന്നെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു, i++ എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ബാറ്റിൽ ലോഗ് അറിയാത്ത ഇൻഡിവിജ്വൽ ഇൻഡെക്സ് എടുത്തിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ബാറ്റിൽ ലോഗ് ഓഫ് i എന്ന് പറഞ്ഞാൽ അറേയിൽ എല്ലാം എലമെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അറേയിലെ എലമെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ബ്രാക്കറ്റിൽ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ i കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു ഇൻഡെക്സ് ഓൾവേസ് 0 ബേസ്ഡ് ആണെന്ന് അറിയുന്നത്. സോ i എപ്പോഴും സ്റ്റാർട്ട്സ് വിത്ത് എങ്ങനെ 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്, i = 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ്, i = 2 എന്ന് പറഞ്ഞാൽ തേർഡ് എലമെൻറ്റ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഡാറ്റ കിട്ടിയത്. ഇവിടെ i = 0, പിന്നെ 1 2 3 0 1 2 3 അങ്ങനെയാണ് ആക്ച്വലി അറിയുന്ന വാല്യൂ എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡാറ്റ ഒക്കെ കിട്ടുന്നുണ്ട്. ഈച്ച് ലോഗ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് 1 by 1 ആയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി റീഡബിളായി. ഈ ഫുൾ ആറ് ഡംപ് ചെയ്യണേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് 1 by 1 ആയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, ആറ് ഐറ്ററേറ്റ് ചെയ്യാൻ ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഫോർ ലൂപ്പാണ്, നോർമൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഫോർ ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ടാണ് ഫോർ ഓഫ് യൂസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫോർ ഓഫ് ലൂപ്പിൽ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യും, ലെറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോഗ് എൻട്രി വാല്യൂസ് ചേഞ്ച് ആവേയില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഫോർ ഓഫ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അത് പുതിയൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എവറി ഓരോ ഐറ്ററേഷനിലും പുതിയ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ഓൾഡ് വൺ നമുക്ക് ഡിസ്കാർഡ് ചെയ്തിട്ട് നമുക്ക് ന്യൂ വൺ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഓൾഡ് വൺ, നമ്മൾ ഡിസ്കാർഡ് ചെയ്യാം തൽക്കാലം. ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് പുതിയത് എഴുതാം, ഫോർ ഓഫ് ലൂപ്പ് എഴുതാം. നമുക്ക് ഫോർ ഓഫിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറയാം വെച്ചാൽ കോൺസ്റ്റ് ആണ് പെർഫെക്റ്റ് വാലിഡ് ആണ് റെക്കമെൻഡഡ്. ഈ ലെറ്റിനേക്കാളും കുറച്ചുകൂടി കോൺസ്റ്റ് ആണ് വാലിഡ് റെക്കമെൻഡഡ്. അതുകൊണ്ടാണ് നമ്മൾ ഫോർ ഓഫ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സിൻടാക്സ് കുറച്ചുകൂടി എളുപ്പമാണ്. കോൺസ്റ്റ് ലോഗ് എൻട്രി എന്നിട്ട് എഴുതിയിട്ട് ഓഫ് നമ്മുടെ അറേയുടെ പേര് ബാറ്റിൽ ലോഗ്, എന്നിട്ട് നമുക്കിവിടെ തൽക്കാലം വേണമെങ്കിൽ console.log എഴുതാം. console.log ഓഫ് നമുക്ക് ഈ ലോഗ് എൻട്രി എഴുതാം. ഓക്കെ, സെമിക്കോളൻ. ഇവിടെ ബേസിക്കലി ലോഗ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് കറണ്ട് എലമെൻ്റ് ആണ്. നമ്മുടെ ഇവിടെ എഴുതിയില്ലേ ബാറ്റിൽ ലോഗ് ഓഫ് i എന്നും പറഞ്ഞിട്ട്, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് ലോഗ് എൻട്രി. കറണ്ട് എലമെൻറ്റ് എടുക്കാൻ വേണ്ടി ബാറ്റിൽ ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അറേയാണ്, നമ്മൾ ലൂപ്പ് ചെയ്യാൻ പോകുന്ന അറേയാണ് എടുക്കണമെന്ന് പറയാം. സോ എവറി ഐറ്ററേഷനിൽ എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ഓരോ എലമെൻറ്റ് എടുക്കും, ഈ അറേയിൽ ഓരോ എലമെൻറ്റ് എടുക്കും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും, ലൂപ്പ് ബോഡിയിൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഓരോ എലമെൻറ്റ് ലോഗ് എൻട്രിയിൽ ഇട്ടിട്ട് അത് നമ്മുടെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത് വരുമ്പോഴേക്കും അത് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പുതിയൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ പുതിയൊരു കോൺസ്റ്റൻറ്റ് ലോഗ് എൻട്രിയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു.
ഓക്കെ, സോ നമുക്ക് ഇത് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, ഹീൽ, സ്ട്രോങ് അറ്റാക്ക്. ഓക്കെ, നമ്മൾ ജയിച്ചു. ഷോ ലോഗ് ഇട്ടത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫുൾ റെക്കോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ വർക്ക് ആവുന്നുണ്ട്. ഔട്ട്പുട്ട് എക്സാക്റ്റ് സെയിം തന്നെയാണ്, മുമ്പത്തെ നമ്മൾ എഴുതിയ ഫോർ ലൂപ്പ് പോലെ തന്നെ എക്സാക്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. കാരണം ഫങ്ഷണാലിറ്റി സെയിം ആണ്. സിൻടാക്സ് കുറച്ചും കൂടി നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ടർ ആയിട്ടുണ്ട്, അത് ക്ലീനർ ആയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ കുറച്ച് ഷോർട്ടറും ക്ലീനർ ആക്കിയിട്ടുണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇൻഡെക്സ് ആക്സസ് ആണ്. അത് ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയാം, ഇൻഡെക്സ് ആക്സസ്. സോ നോർമൽ ലൂപ്പിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ പറ്റും, ലൈക്ക് അറേയുടെ ഇൻഡെക്സ് ആണ് ഐ എന്ന് പറയുന്നത്. സോ അങ്ങനെ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർ ഓഫ് ലൂപ്പിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് കിട്ടില്ല. ഈ ഇതിൻ്റെ ഇൻഡെക്സ് വെച്ച് നമുക്ക് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സിന് പകരം നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ എൻ്റയർ എലമെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ബാറ്റിൽ ലോഗ് ഓഫ് ഐ എന്ന് പറയില്ലേ, അതിലെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോ ഇൻഡെക്സ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻഡെക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. സോ ഇൻഡെക്സ് അത്ര താല്പര്യമുണ്ട് ഈ അറയിൽ ഫോർ ഓഫിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് വേണം എഴുതാം i = 0 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ i++ എന്നും കൊടുക്കാം. നെക്സ്റ്റ് എഴുതാം i++. ഇൻഡെക്സ് നമ്മളൊന്ന് കൂട്ടാം. ഇവിടെ ഇൻഡെക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഓരോ ഇറ്ററേഷനിലും നമ്മൾ ഈ ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് വർക്കാവില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതിന് കുറച്ച് എക്സ്ട്രാ കോഡും കൂടി ആവശ്യമുണ്ട്. സോ നിങ്ങൾ ആലോചിക്കണം എപ്പോഴാണ് എന്താണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ കറസ്പോണ്ടിങ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരിക. സോ നിങ്ങൾക്ക് ഇൻഡെക്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ അറേയാണ് പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഇൻഡെക്സ് ആവശ്യമുണ്ടെങ്കിൽ നോർമൽ അറേ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കോഡ് ക്ലീനും അറേ ഇറ്ററേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ആവശ്യമില്ല, അത്യാവശ്യം നല്ല കോഡ് ക്ലീനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഓഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചുമ്മാ ഒരു അറേ ഇട്ടിട്ട് ആ വാല്യൂ ലൂപ്പ് ചെയ്യണം. അറേ ലൂപ്പ് ചെയ്ത് വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യണ ഫോർ ഓഫ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. ബോത്തും വാലിഡ് ആണ്, രണ്ടും വാലിഡ് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഈ വാല്യൂസ് ബേസിക്കലി നിങ്ങളുടെ സൈഡിൽ നിന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഫോർ ഓഫ് ലൂപ്പ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഫോർ ഓഫ് എന്താണെന്നുള്ളത്. നിങ്ങൾക്കൊരു അറേ ഉണ്ട്, അറേയിലെ വാല്യൂ ജസ്റ്റ് ഐറ്ററേറ്റ് ചെയ്തെടുക്കണം. ഇൻഡെക്സ് ഇല്ലാണ്ട് ജസ്റ്റ് വാല്യൂ മാത്രം ഐറ്ററേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർ ഓഫ് ലൂപ്പ് വളരെ ബെറ്ററാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഫോർ ഓഫ് ലൂപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് റിയൽ പ്രൊജക്ട്സിൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സൈഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. കീപ് പ്രാക്ടീസിങ് ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ്. താങ്ക്സ്, ബൈ.